നോക്ക്, നമ്മൾ അടുത്തത് ന്യൂ നമ്പേഴ്സിൽ നോക്കാൻ പോകുന്നത് ക്യൂബ് ഓഫ് വോളിയം ആണ്. എന്താണ്? ക്യൂബ് ഓഫ് വോളിയം 2 സെന്റിമീറ്റർ ക്യൂബ്. അതായത് എന്താണ് മലയാളത്തിൽ എന്ത് പറയും? 2 സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുള്ള ഘനം. ഓക്കെ, അതായത് എന്താ പറയുന്നത്? 2 സെന്റിമീറ്റർ വോളിയം ഉള്ള ഒരു ക്യൂബ്, അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുള്ള ഒരു ഘനം. അതിന്റെ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കും? അതിന്റെ സൈഡ് ഫ്രാക്ഷൻ ആവോ ഇല്ലയോ? അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, നോക്കിക്കോട്ടാ. അതായത് നമ്മളൊരു ക്യൂബ് വരച്ചു വെക്കുക. നമ്മൾ എങ്ങനെ ക്യൂബ് വരയ്ക്കുക? എങ്ങനെ സിമ്പിൾ ആയിട്ട് ക്യൂബ് വരയ്ക്കുക? ഇങ്ങനെ ഒരു സ്ക്വയർ വരയ്ക്കുക, കുറച്ച് താഴ്ത്തിയിട്ട് വേറൊരു സ്ക്വയർ വരയ്ക്കുക, അല്ലേ? എന്നിട്ട് അതിന്റെ വശങ്ങളൊക്കെ എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ക്യൂബായി, അല്ലേ? നോക്കൂ, ഇനി നമുക്ക് ഇതിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? സൈഡ് കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യാ? നോക്ക്, ആ സൈഡിനെ, അല്ലേ, ആ ഒരു സൈഡിനെ അല്ലെങ്കിൽ വശത്തിനെ എന്തെന്ന് എഴുതുക? എക്സ് എന്ന് എഴുതുക. ഓക്കെ, നമുക്ക് വോളിയം എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി തന്നിട്ടുണ്ട്, അല്ലേ? വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? നോക്ക്, എത്രയാണ്? 2 സെന്റിമീറ്റർ ക്യൂബ് ആണ്, അല്ലെ? 2 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഇനി നോക്ക്, വശമാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ക്യൂബിന്റെ ഇക്വേഷനിലേക്ക് നമ്മൾ പോകണം. ക്യൂബിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? നോക്ക്, ക്യൂബിന്റെ ഏരിയ എന്ന് പറയുന്നത്, നോക്ക്, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? a സ്ക്വയർ ആണ്, അല്ലെ? അങ്ങനെയെങ്കിൽ വോളിയം എന്താണ്? വോളിയം ഈക്വൽ ടു എ ക്യൂബ്. ഇവിടെ എ എന്താണ്? എ എന്ന് പറയുന്നത് വശം അല്ലെങ്കിൽ സൈഡാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എക്ക് പകരം എന്താ എടുത്തിരിക്കുന്നത്? എക്സ് ആണ് എടുത്തിരിക്കുന്നത്. എ ഈക്വൽ ടു എക്സ് ആയിട്ടാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് വരും? എക്സ് ക്യൂബ്, അതായത് വശത്തിന്റെ ക്യൂബാണ് എന്ത്? ഈ തന്നിരിക്കുന്ന 2 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? 2 മെത്തേഡ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഈ ക്യൂബിനെ അപ്പുറത്തേക്ക് ഇടുക. അപ്പൊ എന്താവും? ക്യൂബ് അപ്പുറത്ത് പോയ ക്യൂബ് റൂട്ട് ആവും. ക്യൂബ് ഈക്വൽ ടു അപ്പുറത്ത് പോയ ക്യൂബ് റൂട്ട് ആവും. ഇല്ലെങ്കിൽ 2 അവിടെ നമ്മൾ എന്ത് ഇടണം? ക്യൂബ് റൂട്ട് ഇടണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. 3 റൂട്ട് എക്സ് ക്യൂബ് ഈക്വൽ ടു 3 റൂട്ട് 2 എന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താവും? ഇവിടെയുള്ള ക്യൂബ് റൂട്ട് പോയിട്ട് എക്സ് എന്ന് കിട്ടും. എന്തെന്ന് കിട്ടും? എക്സ് എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ നമ്മുടെ ഉത്തരം എന്താവും? ഇപ്പുറത്തുള്ളത് 3 റൂട്ട് 2 ആവും. ഇങ്ങനെയും ചെയ്യാം. ഇല്ലെങ്കിൽ ജസ്റ്റ് എക്സ് ക്യൂബിലെ ക്യൂബ് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ക്യൂബ് റൂട്ട് ആവുന്ന മനസ്സിലാക്കുക. അപ്പൊ എന്താവും? ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 3 റൂട്ട് 2 എന്ന് കിട്ടും. എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് 2 എന്ന് കിട്ടും. എന്ത് റൂട്ട് 2 കിട്ടും? ക്യൂബ് റൂട്ട് 2. ഓക്കെ, 3 റൂട്ട് 2 അല്ല, ക്യൂബ് റൂട്ട് 2 ട്ടാ. ഓക്കെ, ഒന്നും കൂടി നമ്മൾ ക്യൂബ് റൂട്ട് എഴുതുമ്പോൾ കുറച്ചും കൂടി 3 ചെറുതാക്കി എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് എന്താ കിട്ടുക? ക്യൂബ് റൂട്ട് 2 എന്ന് കിട്ടും. എന്ത് കിട്ടും? ക്യൂബ് റൂട്ട് 2 എന്ന് കിട്ടും. നമുക്ക് എന്തറിയാം? 2നെ നമുക്ക് എന്തായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല? ഒരു ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ക്യൂബ് റൂട്ട് 2ന്റെ ക്യൂബ് റൂട്ടിനെ നമുക്ക് എന്തായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല? ഫ്രാക്ഷൻ ആയിട്ട്. എന്തായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല? ഫ്രാക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഭിന്നസംഖ്യകളായിട്ട് അല്ലെങ്കിൽ ഭിന്നങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പറയാനോ എഴുതാനോ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ്? therefore we need new numbers to represent such measurement. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ആവശ്യം വരുന്നത്? ഇതുപോലെയുള്ള പുതിയ നമ്പേഴ്സ് നമുക്ക് ആവശ്യം വരുന്നത്. ഓക്കെ,